നമസ്തേ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ ഒത്തിരി പ്രതിപാദിക്കുന്ന വിഷയമാണ് നമ്മുടെ പരലോകത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മോക്ഷത്തിനെ കുറിച്ചിട്ട്. പലരുടെയും വിചാരം എന്തോ പരലോകത്ത് പോയി കിട്ടുന്നതാണ് നമുക്ക് മോക്ഷം എന്നുള്ളത്. ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരിക്കലും നമുക്ക് പരലോകത്തല്ല മോക്ഷമുള്ളത്, നമുക്ക് ഈ ലോകത്തിൽ തന്നെയാണ് മോക്ഷമുള്ളത്. നമ്മൾ എഴുതുമ്പം ABCD എന്നാണ് എഴുതുക, അല്ലേ? അതിൽ ബിയുടെയും ഡിയുടെയും ഇടയിലാണ് സി കിടക്കുക. എന്തായിരിക്കാം അത്? എനിക്ക് തോന്നിയിട്ടുള്ളത് B ഫോർ ബർത്ത്, D ഫോർ ഡെത്ത്, C ഫോർ ചോയ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഭംഗിയാക്കുക. ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഈ നിമിഷം നമ്മൾ ജീവിച്ചുവെങ്കിൽ ജീവിച്ചു. നമ്മൾ പോകുന്നത് സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്കറിയില്ല. പോയിട്ടുള്ളവരാരും തിരിച്ചു വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല, സ്വർഗത്തിൽ ഇങ്ങനെ സുഖങ്ങളുണ്ട്, നരകത്തിൽ ഇങ്ങനെ സുഖങ്ങളുണ്ട്, അല്ല ഇങ്ങനെ ദുരിതങ്ങളുണ്ട് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ആരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും അറിയാത്ത ഒരു ലോകത്തെക്കുറിച്ചിട്ടല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ നിമിഷം ജീവിക്കുക. ഈ സുന്ദരമായിരിക്കുന്ന ഈ ജീവിതം നമ്മൾ നന്നായി ജീവിക്കാതെ സ്വർഗത്തിൽ പോയി നമുക്കെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അതല്ല പഠിപ്പിച്ചു തന്നത്. ഈ നിമിഷം നമ്മൾ ജീവിക്കണം. ഈ നിമിഷം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ പരലോകത്ത് പോയി ജീവിച്ചിട്ട് എന്താ പ്രയോജനം? ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഉള്ളവരുമായിട്ടൊക്കെ തന്നെ നന്നായി ജീവിക്കുക, നന്നായി സ്നേഹിച്ച് ജീവിക്കുക, കരുതലോടെ ജീവിക്കുക. അതാണ് പ്രധാനം, അല്ലേ? അപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളുടെ മരണത്തെ പോലും നിശ്ചയിക്കുക എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പറയും, അദ്ദേഹം മരിച്ചുപോയി, അല്ലെ നിര്യാതനായി എന്ന് പറയും, ഇല്ലേ? നമ്മൾ പറയാറുണ്ട്, ഇപ്പം ആന മരണപ്പെട്ട് കഴിയുമ്പോൾ അതിനെ നമ്മൾ പറയുക ആന ചെരിഞ്ഞു എന്നാണ് പറയുക, ഇല്ലേ? പട്ടി പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? പട്ടി ചത്തു എന്നാണ് പറയുക. അപ്പോൾ ഓരോ സങ്കല്പങ്ങളും, അല്ലെ, ഓരോ മനുഷ്യൻ്റെ ജീവിതമായാലും നമ്മുടെ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മൾ നല്ലതാണോ അല്ലെ നമ്മൾ മരിച്ചോ ചത്തോ എന്ന് പോലും പറയിപ്പിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയാക്കുക, നമ്മൾ ഈ നിമിഷം ജീവിക്കുക. ഈ മൊമെൻറ്റിൽ നമ്മൾ ജീവിച്ചാൽ ജീവിച്ചു എന്നായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരമാവധി ഈ ഒരു സുന്ദരമായ ജീവിതത്തിനെ സുന്ദരമായി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമസ്തേ.